ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൽ പ്രിയരെ, യേശു തമ്പുരാൻ്റെ ജനന പെരുന്നാളിലേക്ക് പരിശുദ്ധ സഭ അടുത്തു വരികയാണല്ലോ. കർത്താവിൻ്റെ ജനനം ഒരാഘോഷമായി ജീവിതത്തിൽ ഉൾക്കൊള്ളുവാനും ഒരനുഭവമായി നമ്മുടെ സ്വഭാവങ്ങളിൽ രൂപപ്പെടുവാനും നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ മാതാവിൻ്റെ ഉദരത്തിൽ ക്രിസ്തു വസിച്ചതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ യേശു ക്രിസ്തു വസിക്കുന്ന അനുഭവത്തിലേക്കുള്ള ഒരു യാത്രയാണ് വാസ്തവത്തിൽ ജനനപ്പെരുന്നാളിനോട് ചേർന്നുള്ള നാളുകളിലൊക്കെയും നമ്മൾ നടക്കേണ്ടത്. തുറന്ന മനസ്സോടെ നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കാം. വിശുദ്ധ മാതാവിൻ്റെ ഉദരത്തിൽ യേശു ക്രിസ്തു കടന്നു വരുവാൻ ഇടയായത് എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് എന്നുള്ളത് പരിശോധിച്ചുകൊണ്ട് ആ മനോഭാവങ്ങളിലേക്ക് നമ്മളുടെ മനസ്സും രൂപാന്തരപ്പെടുവാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് അങ്ങനെ ക്രിസ്തു നമ്മുടെ ഉള്ളിലും വസിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. തുറന്ന മനസ്സോടെ ഇന്നത്തെ വചന സന്ദേശത്തിനായിട്ട് നമ്മളുടെ ഹൃദയവും കാതും തുറന്നു വയ്ക്കാം. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 26 മുതലുള്ള വചനഭാഗങ്ങളിലൂടെയാണ് നമുക്ക് യാത്ര ചെയ്യാനുള്ളത്. വിശുദ്ധ ലൂക്കോസ് 1-ാം അധ്യായത്തിൻ്റെ 26 മുതലുള്ള തിരുവചന ഭാഗം നമുക്കൊക്കെ വളരെ പരിചിതമായ യേശു കർത്താവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ ഗബ്രിയേലിൻ്റെ ദൂത് അറിയിപ്പ് എന്ന വിഷയമാണ് ഇവിടെ ഇന്ന് പരാമർശിക്കപ്പെടുന്നത്. തുറന്ന മനസ്സോടെ നമുക്ക് ശ്രവിക്കാം. അതിൻ്റെ ആദ്യ വാക്യങ്ങൾ ഞാൻ ഇങ്ങനെ വായിക്കട്ടെ. 6-ാം മാസത്തിൽ ദൈവം ഗബ്രിയേൽ ദൂതനെ നസറത്ത് എന്ന ഗലീല പട്ടണത്തിൽ ദാവീദ് ഗൃഹത്തിലുള്ള യൗസേഫ് എന്ന ഒരു പുരുഷന് വിവാഹം നിശ്ചയിച്ചിരുന്ന കന്യകയുടെ അടുക്കലേക്ക് അയച്ചു. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ മാതാവിൻ്റെ അടുക്കിലേക്ക് ഗബ്രിയേൽ ദൈവദൂതൻ കടന്നു വരുന്ന സംഭവമാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. വിശുദ്ധ മാതാവിൻ്റെ ജീവിതത്തിലേക്ക് ഗബ്രിയേൽ കടന്നു വരുന്ന ഈ സംഭവത്തിന് വാസ്തവത്തിൽ ഒരു നൂറ്റാണ്ടുകളുടെ ഒരു പശ്ചാത്തലം ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്കറിയാം, ഇവിടെ നടക്കുന്ന ഈ ദൂത് അറിയിപ്പ് എന്ന വിഷയം ഇത് അനാദികാലം മുതലുള്ള ചില പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണ്. കർത്താവിൻ്റെ പിറവിയെക്കുറിച്ച് യഥാർത്ഥത്തിൽ ഉൽപ്പത്തിയിൽ ആദമും ഹവ്വയും പാപം ചെയ്ത് ആദമിനെയും ഹവ്വയെയും തോട്ടത്തിൽ നിന്ന് പുറത്താക്കുന്ന സമയത്ത് പിതാവായ ദൈവം നേരിട്ട് പങ്കുവച്ച ഒരു പ്രവചനത്തിൽ ഇത് വളരെ വ്യക്തമാണ്. സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നീയും സ്ത്രീയും തമ്മിലും നിൻ്റെ സന്തതിയും സ്ത്രീയുടെ സന്തതിയും തമ്മിലും ശത്രുത ഉളവാകുമെന്ന് പറഞ്ഞുകൊണ്ട് ആ ഉൽപ്പത്തിയിൽ പ്രപഞ്ചത്തിൻ്റെ പ്രാരംഭത്തിൽ തന്നെ പിതാവായ ദൈവം നടത്തിയ പ്രവചനത്തിൻ്റെ ഒരു പൂർത്തീകരണമാണ് ഇവിടെ യേശുക്രിസ്തുവിൻ്റെ പിറവിയുമായി ബന്ധപ്പെട്ട ഗബ്രിയേൽ അറിയിക്കുന്ന ദൂത് എന്നുള്ളതറിയാം. പിന്നീട് പിതാവിൻ്റെ ഈ പ്രവചനം മാത്രമല്ല, അതിനുശേഷം അനേകം പ്രവാചകന്മാർ വിവിധങ്ങളായ വചനഭാഗങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് കൃത്യമായ സൂചനകൾ നൽകിയിട്ടുണ്ട്. കന്യക ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കുമെന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെ എന്തെല്ലാം സൂചനകളാണ് തിരുവചനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ക്രിസ്തുവിൻ്റെ പിറവിയെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഞാൻ പറയാൻ വരുന്ന സന്ദേശം ഇതാണ്. അനാദികാലം മുതലുള്ള ദൈവത്തിൻ്റെ വലിയൊരു പദ്ധതിയുടെ പൂർത്തീകരണം ഇവിടെ ഗബ്രിയേലിലൂടെ വിശുദ്ധ മാതാവിൻ്റെ അടുക്കൽ നടക്കുന്നത് എത്രമാത്രം ശാന്തമായിട്ടാണ് എന്നുള്ളതാണ് ഞാൻ പ്രത്യേകമായി എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത്. തികച്ചും ഒരു പ്രൈവറ്റ് കമ്മ്യൂണിക്കേഷൻ, ഒരു തികച്ചും വ്യക്തിപരമായ ഒരു സംഭാഷണത്തിലൂടെയാണ് ഈ വലിയ ദൈവിക പദ്ധതിയുടെ നടത്തിപ്പ് ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ളതാണ്. വളരെ ശാന്തമായ ഒരു സംഭവം. ചുറ്റുപാടുകളൊന്നും അറിയുന്നില്ല, ചുറ്റുപാടുകൾക്കൊന്നും ഒരു വ്യത്യാസവുമില്ല, ചുറ്റുപാടുകളെല്ലാം തന്നെ അങ്ങനെ തന്നെ നിൽക്കുകയാണ്. അതിൻ്റെ നടുക്ക് വിശുദ്ധ മാതാവിൻ്റെ അടുക്കൽ ഒരു ദിവസം ഒരു ദൂതൻ വന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ്. വിവാഹം നിശ്ചയിക്കപ്പെട്ട യൗസേപ്പ് പോലും അറിയുന്നില്ല എന്നുള്ളതാണ്. ഒരു മുറിയുടെ 4 ചുവരുകൾക്കുള്ളിൽ ഇങ്ങനെ വളരെ ശാന്തമായി ഈ ഒരു സംഭാഷണത്തിൻ്റെ പങ്കുവെക്കൽ നടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാനിത് പറഞ്ഞത് എന്താണെന്നറിയാമോ? ദൈവത്തിന് ഉള്ള പദ്ധതികളുടെ പൂർത്തീകരണം
ഒരു പരിധിവരെ ഇങ്ങനെ വലിയ സംഭവങ്ങളായിട്ടൊന്നും ആയിരിക്കത്തില്ല അവതരിക്കപ്പെടുക. ദൈവത്തിൻ്റെ പർപ്പസ് പലപ്പോഴും വെളിപ്പെടുത്തുന്നത് തികച്ചും വ്യക്തിപരമായ നിമിഷങ്ങളിലാണ്, ദൈവത്തോടൊപ്പമുള്ള തികച്ചും വ്യക്തിപരമായ നിമിഷങ്ങളിലാണെന്ന് ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയാനായിട്ട് ശ്രമിച്ചത്. വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ താളുകളൊക്കെ നമ്മൾ പരിശോധിച്ച് കഴിയുമ്പോൾ നമുക്കറിയാം, പൂർവ്വപിതാക്കന്മാരോടൊക്കെ ദൈവം തൻ്റെ വിലയേറിയ പദ്ധതികൾ വെളിപ്പെടുത്തിയിട്ടുള്ളത് ദൈവവുമായിട്ടുള്ള അവരുടെ പ്രൈവറ്റ് കമ്മ്യൂണിക്കേഷനുകളിലാണ്. നമുക്കറിയാം, നോഹയുടെ ചരിത്രത്തിലേക്ക് വരുമ്പോൾ നോഹയ്ക്ക് ദൈവം ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത് നോഹയോട് വ്യക്തിപരമായിട്ടാണ്. നോഹയോട് ജലപ്രളയത്തെക്കുറിച്ചും കപ്പലുണ്ടാക്കുന്നതിനെക്കുറിച്ചൊക്കെ സൂചന നൽകുന്നത് അങ്ങനെ വലിയൊരു സംഭവമായിട്ടൊന്നുമല്ല, അവർ തമ്മിലുള്ള ഒരു പേഴ്സണൽ കമ്മ്യൂണിക്കേഷനിലാണ് ഈ ഒരു വലിയ പദ്ധതി ദൈവം വെളിപ്പെടുത്തുന്നത്. ഇനി അബ്രഹാമിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാം. നീ നിൻ്റെ ദേശത്തെയും പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും ഒക്കെ വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോവുക എന്ന് അബ്രഹാമിനോട് ദൈവം പറഞ്ഞതും തികച്ചും വ്യക്തിപരമായ സംഭാഷണത്തിൻ്റെ നിമിഷങ്ങളിലാണ്. അത് കഴിഞ്ഞിനി ഇസഹാക്കിനെ ബലി കഴിക്കുന്ന വിഷയത്തിലേക്ക് വരുമ്പോൾ സാറ പോലും അറിഞ്ഞില്ല ദൈവം അബ്രഹാമിൻ്റെ മുമ്പിൽ പങ്കുവെച്ച ഈ സുപ്രധാനമായ വെളിപ്പെടുത്തൽ. ഇസഹാക്കിനെ മോറിയ മലയിൽ കൊണ്ടുപോയി ബലി കഴിക്കുക എന്നുള്ളത് ദൈവവും അബ്രഹാം തമ്മിലുള്ള പ്രൈവറ്റ് കമ്മ്യൂണിക്കേഷനിലാണ് വെളിപ്പെടുന്നത് എന്നുള്ളതാണ്. ഇനി മോശയിലേക്ക് കടന്നു വരാം. ഹൊറേബ് മലയിൽ മായപ്പൻ്റെ ആടിനെ മേയിച്ചുകൊണ്ടിരിക്കുന്ന മോശയ്ക്ക് മുൾപ്പടർപ്പിൽ തീജ്വാലയായി പ്രത്യക്ഷപ്പെട്ട് ഇസ്രായേലിൻ്റെ വിടുതൽ എന്ന് പറയുന്ന ആ വലിയൊരു ദൗത്യം മോശയ്ക്ക് ദൈവം വെളിപ്പെടുത്തുന്നതും ഒരു പ്രൈവറ്റ് കമ്മ്യൂണിക്കേഷനിലാണ്. ഇത് കഴിഞ്ഞ് ഇസ്രായേലിനുമായിട്ടുള്ള മിസ്രൈമിൽ നിന്നുള്ള കനാനിലേക്കുള്ള യാത്രയിലുടനീളം ദൈവം മോശയോട് സംവദിക്കുന്നതും 10 കൽപ്പനകൾ നൽകുന്നതും ഇതെല്ലാം തികച്ചും വ്യക്തിപരമായ സംഭാഷണ വേദികളിലാണെന്നുള്ളതാണ്. തുടർന്നങ്ങോട്ട് പ്രവാചക ഗ്രന്ഥങ്ങളൊക്കെ എടുക്കുമ്പോൾ അറിയാം, ശമൂവേൽ ബാലൻ ഉൾപ്പെടെയുള്ള പ്രവാചകന്മാരെ ദൈവം വ്യക്തിപരമായിട്ട് അവരുമായിട്ടുള്ള പ്രൈവറ്റ് കമ്മ്യൂണിക്കേഷനിലാണ് വിളിക്കുന്നത്. അങ്ങനെ സക്കറിയായിലേക്ക് എത്തി നിൽക്കുമ്പോഴും സക്കറിയായും ബലിപീഠത്തിൽ ധൂപം വയ്ക്കുന്ന സമയത്ത് പുറത്ത് ജനമുണ്ടെങ്കിലും അകത്ത് സക്കറിയായോട് തികച്ചും പേഴ്സണലായിട്ട് സംസാരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലാണ് നമുക്ക് കാണാൻ സാധിക്കുക. അതുതന്നെയാണ് വിശുദ്ധ മാതാവിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴും തുടരുന്നത് എന്നുള്ളത് ഓർക്കണം. അപ്പോൾ വേദപുസ്തക ചരിത്രത്താളുകളിൽ ഉടനീളം ദൈവത്തിൻ്റെ തൻ്റെ ഭക്തനുമായിട്ടുള്ള പദ്ധതിയുടെ വെളിപ്പെടുത്തൽ, ഒരു വ്യക്തിയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പർപ്പസിൻ്റെ വെളിപ്പെടുത്തൽ നടക്കുന്നതെല്ലാം തന്നെ തികച്ചും വ്യക്തിപരമായ ദൈവവുമായിട്ടുള്ള സംഭാഷണ വേദികളിലാണ്. പ്രിയപ്പെട്ടവരെ, ഞാനിത് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടെന്നറിയാമോ? നമ്മളെക്കുറിച്ചും ദൈവത്തിന് ഇതുപോലെ പദ്ധതിയുള്ളതാണ്. നമ്മളെ ഓരോരുത്തരെക്കുറിച്ചും ദൈവത്തിനുള്ള പദ്ധതി വെളിപ്പെടുത്തപ്പെടണമെങ്കിൽ ഇങ്ങനൊരു പ്രൈവറ്റ് കമ്മ്യൂണിക്കേഷൻ ദൈവമായിട്ട് നമുക്കുണ്ടാകണം. അതുണ്ടെങ്കിൽ മാത്രമാണ് ദൈവത്തിൻ്റെ പദ്ധതികൾ നമ്മുടെ ഹൃദയത്തിലും വെളിപ്പെടുകയുള്ളൂ, നമ്മോട് ദൈവത്തിന് സംസാരിക്കാനായിട്ട് പറ്റത്തുള്ളൂ. നമ്മളൊക്കെ ഈ കാലഘട്ടങ്ങളിൽ എന്താ ചെയ്യുക? നമ്മൾ വചന ശുശ്രൂഷകൾ കേൾക്കും, പ്രസംഗങ്ങൾ കേൾക്കും. ഇപ്പോൾ തന്നെ ടെലിവിഷൻ ചാനലിലൂടെ നിങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുക. കേൾക്കുമ്പോൾ നിങ്ങൾ എന്താ ചിന്തിക്കുക? ഈ സന്ദേശത്തിലൂടെ എന്നോട് ദൈവം സംസാരിക്കണം. ശരിയാണ്, ദൈവം നിങ്ങളോട് സംസാരിക്കും. ഈ വചന ശുശ്രൂഷയിലൂടെയും ദൈവം നിങ്ങളോട് സംസാരിക്കും. പക്ഷേ ദൈവം ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ സംസാരിക്കുന്നത് നിങ്ങളുടെ മനോഭാവ തലത്തിൽ ഉണ്ടാകേണ്ട ചില പൊതുവായ വിഷയങ്ങളായിരിക്കും. ഇപ്പോഴിത് കേട്ടുകൊണ്ടിരിക്കുന്നത് ലക്ഷക്കണക്കിന് ആളുകളാണ്, ലോകം മുഴുവൻ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പൊതുവായിട്ടാണ് ദൈവം സംസാരിക്കുക. പൊതുവചന ശുശ്രൂഷകളിലെല്ലാം പൊതുവായിട്ടാണ് ദൈവം സംസാരിക്കുക. പക്ഷേ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് വ്യക്തിപരമായൊരു പദ്ധതിയുണ്ട്. അത് ഒരിക്കലും ഒരു ടെലിവിഷൻ ചാനലിലൂടെയോ ഒരു കൺവെൻഷൻ വേദിയിലെ പ്രസംഗങ്ങളിലൂടെയോ ഒരു ധ്യാന കേന്ദ്രത്തിലെ പ്രസംഗ കേൾവിയിലൂടെയോ നിങ്ങളെക്കുറിച്ചുള്ള പേഴ്സണലായിട്ടുള്ള ദൈവത്തിൻ്റെ പദ്ധതി വെളിപ്പെടത്തില്ല. അത് വെളിപ്പെടണമെങ്കിൽ നിങ്ങൾ ദൈവത്തോടൊപ്പം ഒരു പ്രൈവറ്റ് കമ്മ്യൂണിക്കേഷൻ ബിൽഡപ്പ് ചെയ്യണം. ഞങ്ങളതിനെക്കുറിച്ച് പറയാറുള്ളത് പേഴ്സണൽ ഫെലോഷിപ്പ് വിത്ത് ഗാഡ് എന്നാണ്. പേഴ്സണൽ ഫെലോഷിപ്പ്, വ്യക്തിപരമായി ദൈവത്തോടൊപ്പം സമയം ചെലവഴിക്കുന്ന ഒരനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായെങ്കിലാണ് ദൈവത്തിന് നമ്മളോട് വ്യക്തിപരമായി സംസാരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി വെളിപ്പെടുത്താനായിട്ട് അങ്ങനെ വിശുദ്ധ മാതാവിനെ പോലെ സകല പ്രവാചകന്മാരെയും പോലെ ഇരുന്നു കൊടുക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? അതിന് നിങ്ങൾക്ക് മനസ്സാണോ എന്നുള്ളതാണ്. ഇന്ന് സാത്താൻ ഏറ്റവും കൂടുതൽ മനുഷ്യനെ ശ്രദ്ധിക്കാതെ വിടുന്ന, അല്ലെങ്കിൽ മനുഷ്യനെ അലസമാക്കി കളയുന്നത് ഈ പറഞ്ഞ പേഴ്സണൽ പ്രയർ, അല്ലെങ്കിൽ പേഴ്സണൽ പ്രയർ എന്ന് നമ്മൾ പേരിട്ട് വിളിക്കുന്ന ആ ഒരു അനുഭവത്തിനാണ്. പേഴ്സണൽ ഫെലോഷിപ്പ് എന്നുള്ള വാക്കാണ് ഞങ്ങൾ അതിന് കൂടുതൽ ഉപയോഗിക്കുക. ക്രിസ്തുവുമായിട്ടുള്ള വ്യക്തിപരമായൊരു കമ്മ്യൂണിയൻ, ആ ഒരു അനുഭവത്തിനാണ് പിശാചിന്ന് എല്ലാവരെയും തട്ടിക്കളയുന്നത്.
ഇന്ന് അനേകർ പള്ളി പോകുന്നുണ്ട്, അനേകർ കൺവെൻഷനുകൾക്ക് പോകുന്നുണ്ട്, അനേകർ ധ്യാനത്തിന് പോകുന്നുണ്ട്, അനേകർ സുവിശേഷം പ്രസംഗിക്കുന്നുണ്ട്. പക്ഷെ ഇവരുടെയൊക്കെ ജീവിതത്തിൽ പോലും പേഴ്സണൽ ഫെലോഷിപ്പ്, ദൈവത്തോടൊപ്പം വ്യക്തിപരമായിട്ട് എല്ലാ ദിവസവും ഒരു സമയം ചിലവഴിക്കുന്ന, ദൈവത്തോടൊപ്പം തങ്ങളുടെ സമയങ്ങൾ മാറ്റിവെക്കുന്ന ഒരു അനുഭവം ഇന്നില്ല. ഇത് വളരെ അപകടകരമാണ്. പലരും തിരക്കുകൾ അങ്ങ് കൂടുകയാണ്. സുവിശേഷ പ്രസംഗകർ പോലും എനിക്ക് തിരക്കാണ്, ചിലർ വളരെ ക്രെഡിറ്റ് ആയിട്ടാണ് പറയുന്നത്, എനിക്കിപ്പോൾ പ്രാർത്ഥിക്കാൻ പോലും സമയമില്ല, അത്രയ്ക്ക് എനിക്ക് തിരക്കാണെന്നുള്ളത് വളരെ ക്രെഡിറ്റ് ആയിട്ടാണ് ചില വ്യക്തികൾ പറയുക. പക്ഷേ അവിടെ നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് ഇതുപോലുള്ള ചില ദൈവിക വെളിപ്പെടുത്തലുകളെയാണ് എന്നുള്ളത് നമ്മൾ അറിയാതെ പോകരുത്. നിങ്ങളെ ഓരോരുത്തരെയും കുറിച്ച് ദൈവത്തിന് കൃത്യമായി സംസാരിക്കാനുണ്ട്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇരുന്ന് കൊടുക്കണം കർത്താവിൻ്റെ സന്നിധിയിൽ. നിങ്ങളുടെ ഒരു ദിവസം നിങ്ങൾ ഷെഡ്യൂൾ ചെയ്യുമ്പോൾ നിങ്ങൾ അതിനകത്ത് ആദ്യം തീരുമാനിക്കേണ്ടത് ഇന്ന് ഞാൻ ദൈവത്തോടൊപ്പം ഇരിക്കുന്ന സമയം ഏതായിരിക്കും എന്നുള്ളതാണ്. അങ്ങനെ ആ സമയത്തിന് പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് മറ്റെന്തെല്ലാം മാറ്റിവെച്ചാലും ഇത് മാറ്റിവെക്കാതെ ഇതിന് ഗൗരവം കൊടുത്തുകൊണ്ട് കർത്താവിൻ്റെ മുൻപിൽ കർത്താവുമായിട്ടുള്ള സംഭാഷണത്തിന് വേണ്ടി ഇരുന്ന് കൊടുക്കാനുള്ള ഒരു ധൈര്യം കാണിക്കാനുള്ള ഒരു വിളിയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ഈ സന്ദേശത്തിലൂടെ ഇന്ന് നൽകാനായിട്ട് ആഗ്രഹിക്കുക. നമുക്ക് ഇരുന്ന് കൊടുക്കാം കർത്താവിൻ്റെ സന്നിധിയിൽ. കർത്താവേ, വിശുദ്ധ മാതാവിനോടും പൂർവ്വപിതാക്കന്മാരോടും സംസാരിച്ചതുപോലെ ഞങ്ങളോടും ഞങ്ങൾ എന്താണ് ഈ ലോകത്ത് ചെയ്യേണ്ടത് വ്യക്തിപരമായി സംസാരിക്കണമേ എന്ന് നമുക്ക് തീക്ഷ്ണമായി പ്രാർത്ഥിക്കാവുന്നതാണ്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ മാതാവിൻ്റെ അടുക്കൽ ദൂതൻ വന്നിട്ട് പറയുന്ന വാക്കുകളിലേക്ക് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അവളുടെ അടുക്കൽ വന്നിട്ട് പറയാം, കൃപ നിറഞ്ഞവളെ നിനക്ക് വന്ദനം, എന്നിട്ടോ കർത്താവ് നിന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം മാതാവിനോട് കൂടെ കർത്താവുണ്ട്. കർത്താവ് ആ വചനിപ്പിൻ്റെ സമയത്ത് മാതാവിലേക്ക് വരികയല്ല പറയുക, കർത്താവിൻ്റെ സാന്നിധ്യം മാതാവിനോട് കൂടെയുണ്ട് എന്നുള്ളതാണ്. അവളൊരു ദൈവ സാന്നിധ്യത്തിൽ ജീവിക്കുന്നവളായതുകൊണ്ടാണ് അവൾക്ക് വചനിപ്പ് ലഭിച്ചത്. ദൈവം അവളിൽ വന്നതിന് ശേഷം, അവളിൽ ദൈവം ഉണ്ടാകുന്ന അല്ലെങ്കിൽ ക്രിസ്തു അവളിൽ വചനം ജഡം ധരിച്ചതിന് ശേഷം അവൾ ക്രിസ്തുവിലാകുന്ന ഒരനുഭവമല്ല, അവൾ ക്രിസ്തുവിൽ ജീവിച്ചത് കൊണ്ടാണ് അവളിൽ ക്രിസ്തു പിറവിയെടുത്തത് എന്നുള്ളതാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. കർത്താവ് അവളുടെ കൂടെയുണ്ട്. കർത്താവിനോട് കൂടെ ഇരിക്കുന്ന ഒരനുഭവം അവൾക്കുണ്ട്. ദൈവത്തോട് കൂടെ ജീവിക്കുന്ന ഒരനുഭവം അവൾക്കുണ്ട്. ആ അനുഭവം വിശുദ്ധ മാതാവിൽ ഉള്ളത് കൊണ്ടാണ് ക്രിസ്തുവിൻ്റെ പിറവിക്ക് ഇവൾക്ക് സാധ്യതയുണ്ടായത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ മാതാവിൻ്റെ കൂടെ നമ്മളൊക്കെ പലപ്പോഴും ആഗ്രഹിക്കുന്നത് എന്താ? ദൈവം നമ്മുടെ ഉള്ളിൽ വരട്ടെ, ദൈവം നമ്മുടെ ഉള്ളിൽ വന്ന് നിറയട്ടെ, അതിനുശേഷം ക്രിസ്തീയമായി ജീവിക്കാം. ചില ആളുകൾ പറയാറുണ്ട്, അച്ഛാ ശൗലിനെ മാനസാന്തരപ്പെടുത്തിയതുപോലെ ദൈവം എന്നെ അങ്ങ് മാറ്റട്ടെ, അത് കഴിഞ്ഞിട്ട് ഞാൻ നന്നായിട്ട് ജീവിച്ചോളാം. പക്ഷെ അങ്ങനെയല്ല പ്രിയപ്പെട്ടവരെ. ഒരു നൈരന്തര്യമായ ദൈവത്തോട് ചേർന്നുള്ള ഒരു ജീവിതാനുഭവം ഉണ്ടാകണം. എങ്കിൽ മാത്രമാണ് ദൈവത്തിൻ്റെ പദ്ധതികൾ നമ്മുടെ ഉള്ളിൽ വെളിപ്പെടുത്തുള്ളൂ. ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, വിശുദ്ധ മാതാവ് അവളുടെ ചെറുപ്പകാലം മുതൽ എത്രയോ ചിട്ടയോടെ ദൈവത്തിൻ്റെ കൂടെ ജീവിച്ച ഒരു അനുഭവം അവൾക്കുണ്ടായിട്ടുണ്ട്. അമ്മയായിരുന്ന ഹന്ന അവളെ ദേവാലയത്തിൽ കൊണ്ടുവന്നാക്കി. ദേവാലയത്തിൽ തന്നെ ദൈവത്തോടു കൂടെ വസിക്കുന്ന ഒരു ചിട്ടയായ ജീവിതക്രമം വിശുദ്ധ മാതാവിനുണ്ടായിരുന്നു. അങ്ങനെ ജീവിതത്തിൻ്റെ തുടക്കകാലം മുതൽ ചിട്ടയായി ദൈവത്തോടൊപ്പം, ദേവാലയത്തോടൊപ്പം, പ്രാർത്ഥനയോടൊപ്പം വസിച്ച ഒരു ദൈവാനുഭവമാണ് പുത്രൻ്റെ പിറവിയിലേക്ക് ഇവൾ തിരഞ്ഞെടുക്കപ്പെടുന്ന തലത്തിലേക്ക് ഇവളെ പരിണമിപ്പിക്കുന്നത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ നൈരന്തര്യമായ ഒരു ദൈവാനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ദൈവത്തോട് നിരന്തരമായി ചേർന്ന് നിൽക്കുന്ന, ഇടയ്ക്കിടയ്ക്കൊക്കെ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരനുഭവമല്ല, നിരന്തരമായി ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരനുഭവം. അതാണ് കർത്താവ് നിന്നോട് കൂടെയുണ്ട്, കർത്താവ് നിൻ്റെ കൂടെ തന്നെ ഉണ്ട് എന്ന് പറയുന്ന ഒരനുഭവം. വചനിപ്പിലൂടെ കർത്താവ് വരുന്നു എന്നുള്ളതല്ല, കർത്താവ് കൂടെ തന്നെയുണ്ട്. കർത്താവ് ഉള്ളിടത്ത്, ആ വിശുദ്ധത നിറഞ്ഞു നിൽക്കുന്നിടത്തേക്ക് കർത്താവിൻ്റെ സാന്നിധ്യം കടന്നു വരുന്നു എന്ന് വേണം കരുതാൻ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെ മാതാവിൻ്റെ പ്രതികരണം, അവൾ ആ വാക്ക് കേട്ട് ഭ്രമിച്ചു, ഇതെന്തൊരു വന്ദനം എന്ന് അവൾ കരുതി. അപ്പോൾ ദൂതൻ അവളോട് പറയുകയാണ്, മറിയമേ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചിരിക്കുന്നു. ഇവിടെ മറ്റൊരു സംഭവമായിട്ടൊരു ചെറിയൊരു താരതമ്യം ഇവിടെ ഈ വിഷയത്തിന്മേൽ നടത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ താരതമ്യം സക്കറിയായുടെ ജീവിതത്തിലുള്ള ഗബ്രിയേലിൻ്റെ ഒരു പ്രത്യക്ഷപ്പെടലിൻ്റെ സംഭവമാണ്. സക്കറിയ പുരോഹിതൻ്റെ അടുക്കൽ ഗബ്രിയേൽ പ്രത്യക്ഷപ്പെടുന്ന സമയത്ത്
വിശുദ്ധ മാതാവ് പ്രകടിപ്പിച്ചതുപോലത്തെ തന്നെ ഒരു സംശയം സക്കറിയായും പ്രകടിപ്പിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സക്കറിയായും പറയുന്നുണ്ട് ഇതെങ്ങനെ സംഭവിക്കും. പക്ഷെ അവിടെ സക്കറിയായോടുള്ള ഒരു സമീപനമല്ല ഇവിടെ വിശുദ്ധ മാതാവിനോട് ഗബ്രിയേൽ എടുക്കുന്നത്. നമുക്കറിയാം സക്കറിയായുടെ അടുക്കൽ ഗബ്രിയേൽ പറയുന്നത് ഇങ്ങനെയാണ്: നീ ഇത് കാണുന്നത് വരെ മൗനമായിരിക്കും, നിന്റെ സംസാര ശക്തി പൂർണ്ണമായിട്ടും ഇത് കാണുന്നത് വരെ ഇല്ലാതെയാകുന്നു എന്നുള്ളതാണ്. അങ്ങനെ സക്കറിയ മൗനമായി പോകുന്നു. പിന്നീട് ഒരു മൗനതയുടെ നാളുകൾ, മിണ്ടാനാകാത്ത നാളുകൾ സക്കറിയയുടെ ജീവിതത്തിൽ രൂപപ്പെടുകയാണ്. പക്ഷെ ഇവിടെ മാതാവിൻ്റെ അടുത്ത് അങ്ങനെ ഒരു സമീപനം ഗബ്രിയേൽ നടത്തുന്നില്ല. എന്താണ് അതിൻ്റെ കാരണം? അതിന് സുപ്രധാനമായൊരു കാരണമുണ്ട്. ആ കാരണമാണ് ഇവിടെ ഗബ്രിയേൽ ഉപയോഗിക്കപ്പെടുന്ന വാക്ക് ദൈവസന്നദ്ധിയിൽ നിന്ന് നിനക്ക് കൃപ ലഭിച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. ദൈവസന്നദ്ധിയിൽ നിന്നും നിനക്ക് കൃപ ലഭിച്ചിരിക്കുന്നു. അതെന്തുകൊണ്ടാണ്? അപ്പം ഈ കൃപ സക്കറിയായ്ക്ക് ലഭിച്ചില്ലേ? ഈ കൃപ എന്തുകൊണ്ട് സക്കറിയായ്ക്ക് ലഭിച്ചില്ലേ? പ്രിയപ്പെട്ടവരെ, പഴയ നിയമ രീതി അനുസരിച്ച് ഒരു വ്യക്തി തെറ്റ് ചെയ്താൽ തെറ്റിന് അപ്പം തന്നെ ശിക്ഷയാണ്. പശ്ചാത്തപിക്കാനുള്ള ഒരു സാധ്യത അവിടെ രൂപപ്പെടുന്നുണ്ട്. അവിടെ അപ്പം തന്നെ ശിക്ഷയുടെ ഒരനുഭവത്തിലേക്ക് കടന്നു വരിക. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ കടന്നുവരവിലൂടെ എന്താണ് സംഭവിക്കുക? യേശുക്രിസ്തുവിൻ്റെ കടന്നുവരവിലൂടെ കൃപ എന്ന് പറയുന്ന ഒരു സാന്നിധ്യം അവിടെ രൂപപ്പെടുകയാണ്. ക്രിസ്തുവാണ് യഥാർത്ഥത്തിൽ കൃപ. യേശുക്രിസ്തുവാണ് യഥാർത്ഥത്തിൽ കൃപ. ഇവിടെ വിശുദ്ധ മാതാവിൻ്റെ ഉദരത്തിലേക്ക് കടന്നു വരുന്നത് ക്രിസ്തുവാണ് എന്നുള്ളത് കൊണ്ട് ആ കൃപയുടെ ഒരു കരുത്തിലേക്ക് രൂപപ്പെടുന്നതായിട്ട് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ആ ക്രിസ്തുവാകുന്ന കൃപയുടെ ഒരു ചാലകത്വം വിശുദ്ധ മാതാവിലേക്ക് കടന്നു വരുന്നത് കൊണ്ടാണ് വിശുദ്ധ മാതാവ് അടുത്ത വാക്കുകളിൽ പറയുക, ഇതാ നിന്റെ ഹിതം പോലെ എൻ്റെ ജീവിതത്തിൽ നടക്കട്ടെ എന്ന്. അങ്ങനെ ദൈവത്തിൻ്റെ ഹിതത്തിന് നിരുപാധികം വിധേയപ്പെടുന്ന ഒരനുഭവത്തിലേക്ക് വരാൻ അവൾക്കൊരു സാധ്യത ഈ കൃപയിലൂടെ അവിടെ തെളിയിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഇതാണ് പുതിയ നിയമവിശ്വാസിയുടെ ജീവിതത്തിലെ ഒരു മെറിറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഈ കൃപയാണ് പുതിയ നിയമ വിശ്വാസി ഇന്ന് ഏറ്റവും കൂടുതൽ ലാഘവത്തോടെ എടുക്കുന്നത് എന്നുള്ളതാണ് അപകടവും. ഈ കൃപയെ, ഈ ഗ്രേസിനെ ഇന്ന് ചീപ്പ് ഗ്രേസ് ആയിട്ട് മാറ്റിക്കളഞ്ഞിരിക്കുന്നു നമ്മൾ. ഈ കൃപ ദൈവം യേശുക്രിസ്തുവിൻ്റെ കടന്നുവരവിലൂടെ മനസാന്തരത്തിനും രക്ഷപ്പെടുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരവസരം കൂടെ ദൈവം നമുക്ക് തള്ളി നീക്കി തരുന്നത് നമ്മൾ ഇന്ന് ഒരു കൃപയുടെ എന്താ പറയുക, കൃപയെ നമ്മൾ വിലയില്ലാതെ കാണുന്ന ഒരു അനുഭവത്തിലേക്ക് തള്ളിക്കളഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് ഇന്ന് ആരും വലിയ സീരിയസ്നെസ് ഒന്നും കർത്താവിൻ്റെ കൽപ്പനകൾക്ക് കൊടുക്കാത്തത്. കുമ്പസാരിച്ചിട്ട് വീണ്ടും 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 പാപം ചെയ്യുന്നത് അതുകൊണ്ടാണ്. നമുക്കറിയാം, ഇപ്പം ഈ അടുത്ത കാലത്ത് നമുക്ക് അറിയാം, ഈ പൈസ ഈ ഡിമോണിറ്റൈസേഷൻ വന്ന ഒരു കാലഘട്ടമാണ്. പണം 1000-ൻ്റെ 500-ൻ്റെ നോട്ടുകൾ നിരോധിക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായി. അപ്പോൾ ഈ സമയത്ത് നമുക്കറിയാം, കൃത്യമായൊരു സമയം നിശ്ചയിച്ചു ഗവൺമെൻറ്. ഇത്ര ദിവസത്തിനുള്ളിൽ ആ നോട്ടുകൾ നിങ്ങളുടെ കയ്യിലുള്ളത് നിങ്ങൾ ബാങ്കിൽ തിരിച്ചേൽപ്പിക്കണം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഏൽപ്പിച്ചില്ലെങ്കിൽ എന്താണ്? നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് കുറ്റകരമാണ്, അത് തെറ്റാണ്, അത് കുറ്റകരമാണ് എന്ന നിയമം ഗവൺമെൻറ് കൊണ്ടുവരികയാണ്. നമുക്കറിയാം, ഇന്ന് നമ്മുടെ ആരുടെയും കയ്യിൽ 5500-ൻ്റെ നോട്ടില്ല. കാരണം എന്താ? അത് കുറ്റകരമാണ് എന്നുള്ളത് കൊണ്ട്. ആ ദിവസം കഴിഞ്ഞ് പിന്നെ അത് സൂക്ഷിച്ചാൽ അതിന് ശിക്ഷയുണ്ട് എന്നുള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? നമ്മളത് തിരിച്ചേൽപ്പിച്ചു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ അത് ശിക്ഷയുണ്ട് എന്നറിയുമ്പോഴാണ് ഇന്ന് പല ആൾക്കാരും അത് ചെയ്യുന്നത്. എന്നാൽ മറിച്ച് അതിനൊരു ഒരല്പം ലിബറലായിരുന്നു ആ നിയമമെങ്കിലോ, നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു കൊല്ലത്തിനുള്ളിലൊക്കെ തിരിച്ചു കൊടുത്താൽ മതി എന്നുള്ളൊരു ലിബറൽ ലോയ വന്നതെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ മലയാളികളുടെ പ്രത്യേക സ്വഭാവം വെച്ച് നമ്മൾ അവസാനത്തെ ദിവസം വരെ ഇത് വേണ്ടി വെച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. എന്താ അതിൻ്റെ കാരണം? അത് നമ്മുടെ ഒരു ക്യാരക്ടറാണ്. ലാസ്റ്റ് നിമിഷം വരെ ഇന്ന് എക്സ്ക്യൂസിന് സാധ്യതയുണ്ടെങ്കിൽ എന്നാൽ പിന്നെ നാളെ ശരിയാക്കാമെന്ന് വിചാരിക്കുന്ന സ്വഭാവമാണ്. നാളെ വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാൽ പിന്നെ ലാസ്റ്റ് ഡേയിൽ ലാസ്റ്റ് മിനിറ്റിൽ ശരിയാക്കാമെന്നുള്ളൊരു ഭാവമാണ്. അതുകൊണ്ടാണ് ഇന്നത്തെ ക്രിസ്ത്യാനികൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന എന്താ? കർത്താവെ, നല്ല കള്ളനെ പോലെ അവസാനത്തെ നിമിഷം ഞങ്ങൾക്ക് രക്ഷ തരണമേ എന്നുള്ളൊരു പ്രാർത്ഥനയാണ് ഇന്ന് പലപ്പോഴും നമ്മളൊക്കെ പ്രാർത്ഥിക്കുക. നല്ല കള്ളൻ എല്ലാവർക്കും ഇന്ന് വളരെ ഇഷ്ടമുള്ളൊരു മാനസാന്തര കഥയാണ്. കാരണം ആ ലാസ്റ്റ് മിനിറ്റിലാണല്ലോ. അപ്പം നമ്മൾ മലയാളികൾ എപ്പോഴും അതാ പറയുക, കർത്താവെ നല്ല കള്ളനെ പോലെ ഒന്ന് രക്ഷപ്പെടുത്തണേ എന്നാ. കാരണം അവസാന നിമിഷം വരെ എങ്ങനെയെങ്കിലും ചെയ്യാവുന്ന കുരുത്തക്കേടുകളൊക്കെ ചെയ്തിട്ട്, നിയമം തെറ്റിച്ചിട്ട്, ദൈവകൽപ്പന അനുസരിക്കാതെ ജീവിച്ചിട്ട് അവസാന നിമിഷം എങ്ങനെയെങ്കിലും തള്ളിയുന്തി ഒന്ന് സ്വർഗത്തിൽ കയറാനുള്ള ഒരു പരിശ്രമത്തിൻ്റെ ഒരു പോക്കാണ്. ഇതൊക്കെ എന്തുകൊണ്ടാണ്? ഈ കൃപയെ നമ്മൾ വിലയില്ലാതെ കാണുന്നതിൻ്റെ ഒരു തെളിവാണ്.
വാസ്തവത്തിൽ ഈ കൃപയുടെ വാല്യൂ നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ രക്തമാണ് വാസ്തവത്തിൽ ഈ കൃപയുടെ വില എന്ന് പറയുന്നത്. സ്വർഗത്തിൽ സർവ പിതാവായ ദൈവത്തിൻ്റെ പുത്രത്വത്തിൻ്റെ സർവ്വരാജകീയതയോടും കൂടി ജീവിച്ച പുത്രൻ ഈ ഭൂമിയിലേക്ക് കാലിത്തൊഴുത്തിലേക്ക് പിറന്നു വന്ന് അത്രയേറെ പീഡയും നിന്ദയും സഹിച്ചതാണ് ഈ വാല്യൂ. അതാണ് ഈ കൃപയുടെ വില എന്ന് പറയുന്നത്. ആ കൃപയുടെ വിലയെ ചീപ്പായിട്ട് തള്ളിക്കളയുക എന്ന് പറയുന്നതിനേക്കാൾ വലിയ പാപം എന്താണുള്ളത് എന്നുള്ളതൊന്ന് പരിശോധിക്കണം. ഞാൻ പാപങ്ങളിൽ ഏറ്റവും വലിയ പാപമായിട്ട് കാണുന്ന ഈ പാപമാണ്. ഇന്ന് ഈ കൃപയ്ക്ക് വില കൊടുക്കാതെ പോകുന്ന പാപമാണ് പാപങ്ങളിലേക്കും വെച്ച ഏറ്റവും വലിയ പാപമെന്ന് ഞാൻ കരുതുന്നു. കാരണം ഞാൻ ലാഘവത്തോടെ എടുക്കുകയാണ്. അടുത്തയാവട്ടെ, നാളെ ആവട്ടെ, നാളെ ആവട്ടെ, നാളെ ആകട്ടെ. അല്ല, ഇന്ന് തന്നെ. അതുകൊണ്ടാണ് ക്രിസ്തു സംസാരിക്കുന്നത്, ഇന്നാണ് സുപ്രസാദകാലം, ഇന്നാണ് രക്ഷാ ദിവസം. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ റെക്കോർഡിങ്ങിന് വേണ്ടി തയ്യാറാകുന്നതിന് മുൻപ് ഒരു സഹോദരി എന്നെ വിളിച്ചു. സഹോദരി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ അവരോട് കുറേ കാലമായിട്ട് ഞാനൊരു ധ്യാനം കൂടാൻ ആവശ്യപ്പെടുന്നതാണ്. അവരിതേവരെ കൂടിയിട്ടില്ല. അപ്പം ഞാൻ അവരോട് ഇന്ന് അവർ വേറൊരു വിഷയം പറയാനാണ് വിളിച്ചത്. പറഞ്ഞെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ആട്ടെ ആ വിഷയം ഇവിടെ നിൽക്കട്ടെ, നമ്മൾ തമ്മിലൊരു വാക്കുണ്ടായിരുന്നല്ലോ, അത് ഇതുവരെ പാലിച്ചിട്ടില്ലല്ലോ, എന്നാ ധ്യാനം കൂടാൻ വരുന്നത്, ഇതുവരെ വന്നില്ലല്ലോ എന്ന് പറഞ്ഞു. ഉടനെ ആ സഹോദരി എന്നോട് പറഞ്ഞു, അച്ഛാ എൻ്റെ മോള് ഗർഭിണിയാണ്, അവൾ ഇനി ഗർഭിണിയാണ്, അവളൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവളുടെ പ്രസവം കഴിഞ്ഞ് പ്രസവ ശുശ്രൂഷ നടത്തി അവളെ പ്രസവിച്ച് അവളെ എഴുന്നേൽപ്പിച്ച് തിരിച്ച് വീട്ടിൽ വിട്ടതിന് ശേഷം ഞാൻ വരാം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അതുവരെ ആയുസ് ഉണ്ടാകുന്നുള്ളതിന് എന്താണ് ഉറപ്പ് എന്ന് ചോദിച്ചു. ഇത്രയും കാലം നിങ്ങൾക്ക് ആയുസ് ഉണ്ടാകുന്നതിന് വല്ല ഉറപ്പുണ്ടോ? നേരെ ആ സഹോദരി ഇരുന്ന് ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാം ചിന്ത ഇങ്ങനെയാണ്, നാളെ ആവട്ടെ, നാളെ ആവട്ടെ, നാളെ ആകട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ വരാൻ, വചനത്തിൻ്റെ മുമ്പിലേക്ക് വരാൻ നാളെ ആകട്ടെ എന്ന് കരുതേണ്ട ആവശ്യമില്ല. കൃത്യതയോടെ ദൈവവചനത്തിൻ്റെ മുന്നിൽ വരാൻ, നമ്മൾ ഇന്ന് തന്നെ തീരുമാനമെടുക്കാൻ, പെട്ടെന്ന് തന്നെ ഡിസിഷൻ എടുക്കാനായിട്ടുള്ള ഒരു ചങ്കൂറ്റമാണ് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടേണ്ടത്. ദൈവത്തിൻ്റെ ആത്മാവ് അതിന് വേണ്ടിയിട്ടാണ് നമ്മളെ ക്ഷണിക്കുന്നത് എന്നുള്ളത് ഓർക്കുക. വിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ നടക്കുന്ന സുപ്രധാനമായ ഈ സംഭവത്തിൽ നമ്മളെപ്പോഴും അമ്മയെ പുകഴ്ത്തുന്ന ഒരു സംഭവമുണ്ട്. എന്താണ്? അവൾ ദൈവത്തിൻ്റെ ഹിതത്തിന് വഴങ്ങിക്കൊടുത്തു. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിൻ്റെ ഹിതം പോലെ എനിക്ക് ഭവിക്കട്ടെ. ദൈവത്തിൻ്റെ ഹിതത്തിന് ഇവൾ വഴങ്ങിക്കൊടുത്തു. പക്ഷെ ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, ഇത് വിശുദ്ധ മാതാവിനെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ കാര്യമൊന്നുമല്ല. ഈ ദൈവത്തിൻ്റെ ഹിതത്തിന് അമ്മ വിധേയപ്പെട്ടത് നമ്മൾ ഈ വിഷയത്തിലാണ് അവളെ ഒരുപാട് പുകഴ്ത്തി പറയുന്നത്. പക്ഷേ വാസ്തവത്തിൽ ഇതൊരു പുതിയ കാര്യമല്ല. വിശുദ്ധ മാതാവിനെ സംബന്ധിച്ചിടത്തോളം അവൾ നിരന്തരമായി ദൈവഹിതത്തിന് വിധേയപ്പെട്ട് ജീവിച്ചവളാണ്. നിരന്തരമായി ദൈവഹിതത്തിന്, അവളുടെ ചെറുപ്പകാലം മുതൽ അവൾ അങ്ങനെ ജീവിച്ചവളാണ്. ശ്രദ്ധിച്ചാൽ അറിയാം, ദേവാലയത്തിൽ വളരെ കുഞ്ഞായിരിക്കുമ്പോൾ, കുസൃതി പ്രായത്തിൽ, വീടിൻ്റെ മുറ്റത്ത് ഓടിക്കളിച്ച് നടക്കേണ്ട പ്രായത്തിൽ, ഒരു ദേവാലയത്തിലെ സമർപ്പിതയായ പെൺകുട്ടിയായി അവൾ മാറ്റപ്പെട്ടിടത്ത് അവൾ അവളുടെ ഇഷ്ടം മാറ്റിവെച്ചതാണ്. അവൾ അവിടെ ദൈവത്തിൻ്റെ ഇഷ്ടത്തോട് വഴങ്ങിക്കൊടുത്തവളാണ്. അതിനുശേഷം വളർച്ചയുടെ ഓരോ കാലഘട്ടത്തിലും ആ ദേവാലയത്തിൻ്റെ നിയമങ്ങൾ എന്ന് പറയുന്നത് എത്രമാത്രം വളരെ ചിട്ടയായ നിയമങ്ങളാണ്. അതിനെല്ലാം അവൾ അവളുടെ ഇഷ്ടങ്ങളെ മാറ്റിവെച്ച് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വഴങ്ങിക്കൊടുത്തവളാണ്. അത് കഴിഞ്ഞിട്ടോ അവളുടെ ജീവിതത്തിൻ്റെ പ്രധാന സന്ദർഭങ്ങളിലേക്ക്, വിവാഹം എന്ന് പറയുന്ന ഒരു വിഷയത്തിലേക്ക് വരുമ്പോൾ, ഒരിക്കലും ഒരു കുടുംബജീവിതം ആഗ്രഹിച്ചൊരു സ്ത്രീ അല്ല വിശുദ്ധ മാതാവ് എന്നുള്ളത് അവളുടെ പല വാക്കുകളിൽ നിന്ന് പ്രകടമാണ്. ഞാൻ പുരുഷനെ അറിയായികയാൽ ഇതെങ്ങനെ സംഭവിക്കും തുടങ്ങിയ വാക്കുകളിൽ നിന്ന് അത് പ്രകടമാണ്. എന്നിട്ടും എന്തുകൊണ്ട് അവൾ യൗസേപ്പുമായിട്ടൊരു വിവാഹ നിശ്ചയത്തിന് തയ്യാറായി? അവിടെയും യൗസേഫിൻ്റെ വടിതളിർത്ത സംഭവത്തിലൂടെ ആ ദൈവത്തിൻ്റെ ഹിതമാണത് എന്നുള്ള ഒരു വെളിപ്പെടുത്തൽ അവൾക്ക് ലഭിച്ചു എന്നുള്ളതാണ്. അവിടെയും തൻ്റെ ഇഷ്ടങ്ങൾ മാറ്റിവെക്കുകയാണ്. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇവിടെ കടന്നു വരുന്നത്, ഈ ഒരു ദൂതറിയിക്കുന്ന വിഷയത്തിൽ വരുന്നത്. അവിടെയും തൻ്റെ ഇഷ്ടമല്ല, ദൈവത്തിൻ്റെ ഹിതമാണെന്ന് അത് അറിഞ്ഞപ്പോൾ ഇതൊക്കെ തൻ്റെ താല്പര്യങ്ങൾക്കോ തൻ്റെ ഒരു ഈ ലോക ജീവിതത്തിൻ്റെ ഒരു കംഫർട്ട് സോണിന് എതിരാണ്. പക്ഷെ എന്നിട്ടും അതിനെല്ലാം ദൈവഹിതമായിട്ട് ഉൾക്കൊള്ളുകയാണ്. വളരെ നാച്ചുറലായിട്ടുള്ള ഒരു റെസ്പോൺസാണ് വിശുദ്ധ മാതാവിനെ സംബന്ധിച്ചിടത്തോളം ദൈവഹിതത്തിൻ്റെ അനുസരണം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു ദൈവഹിതത്തിൻ്റെ അനുസരണം ഒരു നാച്ചുറൽ റെസ്പോൺസായിട്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് വരേണ്ടതാണ്. ഏതെങ്കിലും ഒരു വിഷയം വരുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ഒരുപാട് ആലോചിച്ച് പ്രാർത്ഥിച്ച് തിരഞ്ഞെടുത്ത് നടപ്പാക്കുന്ന ഒരു എഫേർട്ടുള്ള ഒരു പ്രവൃത്തിയായിട്ട് ദൈവഹിതത്തിൻ്റെ നടപ്പാക്കൽ വരരുത്. മറിച്ച് അതൊരു നാച്ചുറലായിട്ടുള്ള ഒരു പ്രോസസ്സായിട്ട് നമ്മുടെ ഹൃദയത്തിൽ വരണം. നിസ്സാര കാര്യങ്ങളിൽ പോലും ദൈവത്തിൻ്റെ ഇഷ്ടം അറിയുന്ന, ദൈവത്തിൻ്റെ ഇഷ്ടം മാത്രം നടപ്പാക്കുന്ന ഒരു ക്യാരക്ടറാണ് വാസ്തവത്തിൽ അത് നമ്മളിൽ രൂപപ്പെടേണ്ടത്.
പക്ഷെ ഇന്ന് അത് നടക്കുന്നില്ല. മറിച്ച് നമ്മൾ പലപ്പോഴും ആത്മീയതയിലേക്ക് വരുമ്പോൾ വചനമൊക്കെ കേട്ടുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാകും ചിലതൊന്നും ദൈവത്തിൻ്റെ ഇഷ്ടമല്ല എന്നറിയുമ്പോൾ നമ്മളങ്ങ് കഷ്ടപ്പെട്ട് ബലം പിടിച്ച് നമ്മൾ ദൈവത്തിൻ്റെ ഇഷ്ടം നടപ്പാക്കാനുള്ളൊരു ശ്രമമാണ് നടത്തുക. പക്ഷെ അതിലൊന്നും അർത്ഥമില്ല പ്രിയപ്പെട്ടവരെ. അങ്ങനെ കഷ്ടപ്പെട്ട് ബലം പിടിച്ച് നടപ്പാക്കേണ്ട ഒരു കാര്യമൊന്നുമല്ല. അത് നമ്മുടെ ക്യാരക്ടറായി മാറണം. അതിനെങ്ങനെ അത് ക്യാരക്ടറായി മാറും? ദൈവത്തോടൊരു സ്നേഹം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ അത് നമ്മുടെ സ്വഭാവമായി മാറും. ദൈവത്തോടൊരു പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ സ്വഭാവമായി മാറും. അതിനുള്ളൊരു ക്ഷണമാണ് ഈ വചനഭാഗം നിങ്ങൾക്ക് നൽകാനായിട്ട് ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് ഇതിൻ്റെ തുടക്കത്തിൽ വന്ന ഒരു സന്ദേശം തന്നെയാണ് ഇതിൻ്റെ സമാപനത്തിൽ വന്നെത്തുക. എല്ലാത്തിനും അടിസ്ഥാനപരമായ ആവശ്യം ദൈവത്തോടുള്ള തികച്ചും വ്യക്തിപരമായൊരു ഫെലോഷിപ്പ് അനുഭവമാണ്. അതിനുവേണ്ടി എല്ലാ ദിവസവും കർത്താവിനോട് കൂടെ ഇരിക്കാൻ, നമ്മളിങ്ങനെ നമ്മുടെ കുറേ പ്രാർത്ഥനകളൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാനല്ല, മറിച്ച് ക്രിസ്തുവുമായിട്ട് ആ ഒരു റിലേഷൻഷിപ്പ്, ആ ഒരു കമ്മ്യൂണിക്കേഷൻ ബിൽഡപ്പ് ചെയ്യാൻ, അങ്ങനെ നിരന്തരമായി തമ്പുരാനോട് സംസാരിക്കുന്ന ഒരു സ്വഭാവം, ദൈവഹിതത്തിന് വഴങ്ങുന്ന ഒരു സ്വഭാവം നമ്മൾ രൂപപ്പെടാൻ ഈ ഒരു വചനഭാഗത്തിൻ്റെ ധ്യാനം ഈ ജനന പെരുന്നാളിനോട് അടുക്കുന്ന ഈ നാളുകളിൽ നമുക്ക് മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ തമ്പുരാനെ, കേൾപ്പിച്ച ജീവൻ്റെ വചനങ്ങൾക്കായി സ്തോത്രം. നാഥ, ഞങ്ങളുടെ ജീവിതത്തിൽ വിശുദ്ധ മാതാവ് ഇരുന്നതുപോലെയുള്ള ഒരു വ്യക്തിപരമായ ദൈവബന്ധത്തിലിരിക്കാനുള്ള ഒരു മനസ്സ് ഞങ്ങൾക്ക് നൽകണമേ. അങ്ങനെ ഇരിക്കുന്നിടത്ത് മാത്രമാണ് ഞങ്ങളെക്കുറിച്ചുള്ള അങ്ങയുടെ വ്യക്തിപരമായ പദ്ധതികൾ വെളിപ്പെടുത്തുന്നത് എന്ന് വചനത്തിലൂടെ ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരുടെ ചരിത്രങ്ങളിലൂടെ ഞങ്ങൾ കണ്ടെത്തുന്നു, മനസ്സിലാക്കുന്നു. തമ്പുരാനെ, അതിനുള്ളൊരു മനസ്സ് ഞങ്ങൾക്ക് തരണമേ. സാത്താൻ ഞങ്ങളെ ഏറ്റവും അധികം തെറ്റിക്കുന്നത് അങ്ങയോടൊപ്പം സമയം ചെലവഴിക്കുന്ന വിഷയത്തിലാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. തമ്പുരാനെ, ഞങ്ങൾ അതിനെ അതിജീവിക്കുവാൻ, തിന്മയുടെ ആ ഒരു പ്രേരക ശക്തിയെ അതിജീവിച്ചുകൊണ്ട് അങ്ങയോടൊപ്പം സമയം ചെലവഴിക്കുവാൻ വിശുദ്ധ മാതാവിനെ പോലെ ഞങ്ങളെ ഒരുക്കണമേ. സകല വിശുദ്ധരെ പിതാക്കന്മാരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ. ആമേൻ.